അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയാകും. നാളെ വൈകിട്ട് 5 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. നിർണായക NCP യോഗം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ചേരും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, അങ്ങനെ മഹാരാഷ്ട്രയ്ക്ക് ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയെ ലഭിക്കുകയാണ്. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ? പ്രവിധ, മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സുനേത്ര പവാർ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പാർട്ടി നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നു. ഇന്ന് പാർട്ടി നേതാക്കൾ നടത്തിയ കൂടിയാലോചനയിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തിരിക്കുന്നത്. നാളെയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. നാളെ വൈകിട്ട് 5 മണിക്ക് ലളിതമായ ഒരു ചടങ്ങിലായിരിക്കും സുനേത്ര പവാർ മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. അതിനു മുമ്പായി വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് NCPയുടെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നുണ്ട്. ഈ ഒരു തീരുമാനത്തിന്, സുനേത്ര പവാറിനെ ഉപമുഖ്യമന്ത്രിയായി തീരുമാനിച്ചുകൊണ്ടുള്ള യോഗത്തിന് ഔപചാരികമായ അംഗീകാരം നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. സുനേത്ര പവാറിന്, അജിത് പവാർ വഹിച്ചിരുന്ന 3 വകുപ്പുകളിൽ 2 വകുപ്പുകൾ സുനേത്ര പവാറിന് നൽകാൻ ധാരണയായിരിക്കുന്നു എന്നാണ് പുറത്ത് ലഭ്യമാക്കുന്ന വിവരം. അതേസമയം എക്സൈസ് വകുപ്പ് സുനേത്ര തന്നെ കൈകാര്യം ചെയ്യുമെങ്കിലും ധനവകുപ്പ് അതേസമയം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ഏറ്റെടുത്തേക്കുമെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അജിത് പവാറിന്റെ മരണത്തെ തുടർന്നാണ് ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയാകുന്നത്. നാളെ വൈകിട്ട് നടക്കുന്ന ലളിതമായ ചടങ്ങിലാണ് സത്യപ്രതിജ്ഞ എന്നുള്ള വിവരമാണ് ബൽറാം നെടുങ്ങാടി പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.